എൻ്റെ തന്നെ ഞാനൊരു മൊത്തം തിന്നു. ഹായ് ഹലോ. ഇന്നൊരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ചെറിയ റെസിപ്പി അല്ല, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇന്ന് എന്നാന്ന് വെച്ചിരുന്ന കറി നോക്കിയപ്പോൾ കറി ഇച്ചിരി കുറവാണ്. അന്നേരം കറിയല്ല, അവരും ചീര അങ്ങനെയൊന്നും കഴിക്കത്തില്ല. ചീരയല്ല, എല്ലാവർക്കും ചീര കഴിക്കാനും മുരിങ്ങയില കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എന്നാൽ ഇത് വെച്ചിട്ടൊന്ന് ഒരു ഇത് ഉണ്ടാക്കാമെന്ന് ഓർത്തൊന്നാണ്. അതിന് കുറച്ച് മുരിങ്ങയില മതി. പിന്നെ ഒരു മുട്ട മതി. കുറച്ച് പിള്ളേർക്ക് കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. പിന്നെ ഒരു സവോള, ഒരു കുഞ്ഞ് സവോള, കുഞ്ഞത് മതി. കുഞ്ഞ് സവോള, 2-3 കാന്താരി മുളക്, ഇത്രയും മതി കേട്ടോ. അതെടുക്കുക. എന്നിട്ട് ഇല തണ്ട് കാണിട്ട് ഇതെങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ ഈ ഇല പറിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇത് 2 മുട്ട, ഒരു സവോള, ഇതെല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടി വെക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. എനിക്കിപ്പോൾ വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ട് സൺഫ്ലവറാണ് എടുത്തത്. ഇത് ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടുക് വേണ്ടവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ എണ്ണയിൽ ഇച്ചിരി കടുക് ഇടുന്നുണ്ട്. സവോള ഇടാം. 2-3 കാന്താരി അരിഞ്ഞ് വെച്ച് അതും ഇടാം. ഇത് നമുക്കിത് കുറച്ച് നേരം നോക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ശകലം ഉപ്പിട്ട് കൊടുക്കുക. ശകലം ഇട്ടാൽ മതി. നോക്കിയിട്ട് ഇത് നമുക്ക് ചെറുതായിട്ട് വാടിയാൽ മതി. നമുക്ക് ചീര അതിനകത്തോട്ട് ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് നമുക്ക് ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എടുക്കാം. നമുക്കിത് ഇളക്കി തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മുട്ട പൊട്ടിച്ച് അതിനകത്തിട്ട് എടുക്കും.
ദോശ വേണേൽ നമുക്ക് എടുക്കാം. ഇത് ഞാൻ ദോശ പോലെ എടുക്കുന്നില്ല. മുട്ടയ്ക്ക് വേണ്ടി ശർക്കര ഉപ്പും കൂടെ ഇടുന്നു. എന്നിട്ട് നമുക്ക് മുരിങ്ങയില മുട്ടത്തോര റെഡി. ഇന്നുണ്ടാക്കിയ കറി അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാവേ. എന്നാ പിടിച്ച് തിന്ന് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അവ കളിയാക്കിയതാണോ? ടേസ്റ്റ് ഉണ്ട്. ഉപ്പുണ്ടോ അമ്മേ? ഉപ്പുണ്ട്. അമ്മ പറ നല്ലതാണോ? അത് നല്ല കുറച്ച് ഇല എടുത്തു. നല്ലതാ. അപ്പൊ പറഞ്ഞു നല്ലതാ. ആ ഓക്കെ. എൻ്റെ തന്നെ ഞാൻ മൊത്തം തിന്നും.